കുട്ടനാട് FM 90.0 കർഷകന്റെ റേഡിയോ. കർഷകന്റെ വാക്ക്, കൃഷിയുടെ കൂട്ട്. ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. നവര മലയാളക്കരയിലെ മാന്ത്രിക അരി. സുഗന്ധമുള്ള സ്വർണം അഥവാ ഗോൾഡ് വിത്ത് ഫ്രാഗ്രൻസ്, ഗോൾഡ് ഹാവിംഗ് അരോമ എന്നാണ് പരമ്പരാഗത കർഷകർ നവര അരിയെ വിശേഷിപ്പിക്കുന്നത്. സ്വതവേ അമൂല്യമായ സ്വർണത്തിന് സുഗന്ധം കൂടി കൈവന്നാലോ അതിന്റെ മൂല്യം 10 മടങ്ങ് ഇരട്ടിച്ചത് തന്നെ. നവര നെല്ല് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ കൊടുത്താലും സ്വർണത്തെ പോലെ നല്ല വില കിട്ടും എന്നാണ് ഇതിനർത്ഥം. ഏതുകാലത്തും സാമാന്യം നല്ല വിലയ്ക്ക് തന്നെ നവര വിൽക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്നാൽ ഗുണഗണങ്ങളും ഔഷധമേന്മയും വച്ചു നോക്കുമ്പോൾ നവരയെ മാന്ത്രിക അരി അഥവാ മാജിക്കൽ റൈസ് എന്ന് വിളിക്കുന്നവരുമുണ്ട്. ശാഷ്ടികം എന്നും നവരയ്ക്ക് പേരുണ്ട്. ശാഷ്ടികം എന്നാൽ 60 ദിവസം കൊണ്ട് മൂപ്പെത്തുന്നത് എന്നർത്ഥം. തീക്ഷ്ണ സ്വഭാവമുള്ളതും മധുരമുള്ളതുമാണ് നവര അരി. ശാഷ്ടികശാലി, സ്നിഗ്ധ തണ്ടുലം എന്നെല്ലാം ആയുർവേദത്തിൽ നവരയെ വിശേഷിപ്പിക്കുന്നു. അഷ്ടാംഗ ഹൃദയത്തിൽ നവരയെ വ്രീഹി-ധ്യാന ശ്രേണിയിലെ ഏറ്റവും മികച്ച അരിയായാണ് കണക്കാക്കുന്നത്. നവര അരിക്ക് ബ്രഹ്മാന സ്വഭാവമുണ്ട്, അതായത് ശരീരം പരിപോഷിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്നർത്ഥം. ഇത് കഴിച്ചാൽ പേശികളുടെ വളർച്ച വർദ്ധിക്കുകയും നാഡീവ്യവസ്ഥയെ ഉന്മേഷദായകമാക്കി ഉത്തേജിപ്പിക്കുകയും ചെയ്യും. നവര പരിചയം. വളരെയധികം മൂപ്പ് കുറഞ്ഞ നെല്ലാണ് നവര. പരമാവധി 90 ദിവസം. കാഴ്ചയിൽ നവര നെൽച്ചെടി മറ്റ് പരമ്പരാഗത നെൽച്ചെടികൾ പോലെ തന്നെയാണ്. ഏകദേശം 1 മീറ്ററോളം ഉയരം, ഫലം കുറഞ്ഞ തണ്ട്, വിടർന്ന് അധികം തിങ്ങി ഞെരുങ്ങാത്ത കതിരുകൾ, ദീർഘവൃത്താകൃതിയിൽ കനം കുറഞ്ഞ ചെറിയ നെന്മണികൾ. അരിക്ക് ചുവപ്പ് നിറം. 2 തരം നവര നെല്ലുണ്ട്. നവര ഗോൾഡ്, മഞ്ഞ കലർന്ന സ്വർണ്ണ നിറത്തിലുള്ള കതിരുകൾ. ബ്ലാക്ക് ആണ് മറ്റൊന്ന്. രണ്ടിനുമുണ്ട് ആരുള്ളതും ആരില്ലാത്തതുമായ വകഭേദങ്ങൾ. നവര കൃഷി. ഉഴുതുമറിച്ച് കട്ടയുടച്ച് ചെളി നീക്കി നിരപ്പാക്കിയ വയലുകളിൽ മുളപ്പിച്ച നവരവിത്ത് നേരിട്ട് വിതച്ചാണ് നവര കൃഷി ചെയ്യുന്നത്. നവരവിത്തിന് ഏതാണ്ട് 4 മാസം മുതൽ 6 മാസം വരെയേ മുളയ്ക്കൽ ശേഷിയുള്ളൂ. അതുകൊണ്ട് തന്നെ കർഷകർ വിത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഒരു വർഷത്തിൽ സദാസമയവും നവര തന്നെ കൃഷി ഇറക്കുന്ന പതിവും ചില സ്ഥലങ്ങളിലുണ്ട്. അമൂല്യമായ ഔഷധ നെല്ല് കൈമോശം വരാതിരിക്കാനുള്ള ഒരു കരുതൽ എന്ന് പറയാം. വയനാട്ടിലെ നവര കൃഷിയിൽ വിതയും പറിച്ചുനടിയിലുമുണ്ട്. പറിച്ചു നടുമ്പോൾ ചെലവ് അല്പം കൂടുമെന്ന് മാത്രം. കൂടാതെ ഇതിൽ വളർച്ച അല്പം സാവധാനമാകുമെന്നും കർഷകർ പറയുന്നു. നവരനെല്ലിന് സാമാന്യം ഉയരമുണ്ട്, കൂടാതെ ദ്രുത വളർച്ചാ സ്വഭാവവും. ഇക്കാരണങ്ങളാൽ നവരയ്ക്ക് കളകളുടെ വളർച്ച തടയാൻ കഴിയാറുണ്ട്. നവരക്കണ്ടത്തിൽ പൊതുവെ കളകൾ കുറഞ്ഞിരിക്കുന്നത് ഇതുകൊണ്ട് കൂടിയാണ്. വളർച്ചയ്ക്ക് നല്ല സൂര്യപ്രകാശം വേണം. വേനലിനെ ഒരു പരിധിവരെ ചെറുത്തു നിൽക്കാനും കഴിയും. വിരിപ്പിനും മോടനും പുഞ്ചയ്ക്കും നവര കൃഷി ചെയ്യാം. പുഞ്ചയ്ക്ക് പാടത്താണ് നവര കൃഷി, അല്ലാത്തപ്പോൾ പാടത്തിനും പള്ളിയാലിനും ഇടയ്ക്കുള്ള സ്ഥലത്ത്. നവരക്കണ്ടത്തിൽ മറ്റു നെൽവിത്തുകളുടെ കലർപ്പ് വരാതിരിക്കുവാൻ വേണ്ടി പരമ്പരാഗത കർഷകരും വൈദ്യന്മാരും അത്തരം കണ്ടങ്ങൾ കൃഷിയില്ലാത്തപ്പോൾ വെറുതെ ഇടുന്ന പതിവുണ്ട്. വളരെ ചിട്ടയോടെ കർശന നിരീക്ഷണത്തോടെയാണിത് ചെയ്യുന്നത്. വിതയ്ക്കുന്ന സമയത്തു മാത്രമേ നവരക്കണ്ടത്തിൽ വെള്ളം കയറാറുള്ളൂ. അല്ലാത്തപ്പോൾ കണ്ടം നവരയ്ക്കായി ഉഴിഞ്ഞു വെച്ചിരിക്കും. നവരവിത്ത് വേഗം മുളപൊട്ടാൻ വേണ്ടി കുതിർക്കുന്ന പതിവുണ്ട്. വിത്ത് പ്ലാസ്റ്റിക് ചാക്കിലോ ചണച്ചാക്കിലോ അയച്ചുകെട്ടി വെള്ളത്തിൽ കുതിരാനിടും. കുതിർക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ഉണക്കുന്നതും നല്ലത് തന്നെ. വിത്ത് കുതിർക്കാൻ പോലും തിരുവാതിര, ഉത്രട്ടാതി നാളുകളാണ് ഉത്തമം എന്ന് കർഷകർ വിശ്വസിക്കുന്നു. വിത്ത് മുളയ്ക്കുന്ന വെള്ളത്തിൽ അല്പം ചാണകമോ ചാരമോ കലർത്തിയിട്ട് 12 മുതൽ 24 മണിക്കൂർ നേരം വിത്ത് കുതിരാനിടും. കുതിർത്ത വിത്ത് വാഴയിലയിലോ കൂവയിലയിലോ കൂട്ടിയിടുന്നു. അരികുകളിൽ വാഴത്തടയോ കമുകിൻ തടയോ കൊണ്ട് തടം കെട്ടും. ഈ വിത്തുകൂന വൈക്കോലോ വാഴയിലയോ അല്ലെങ്കിൽ നനഞ്ഞ ചാക്കോ കൊണ്ട് മൂടിയിടും. എന്നിട്ട് മുകളിൽ ഭാരമുള്ള എന്തെങ്കിലും വയ്ക്കും. ഈർപ്പനഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 3 തവണയായി വെള്ളം തളിച്ച് ഇളക്കി കൊടുക്കണം. വിത്തിന്റെ മേന്മയനുസരിച്ച് 3-4 ദിവസം കൊണ്ട് മുള പൊട്ടും. എന്തെങ്കിലും കാരണവശാൽ മുള വരുന്നില്ലെങ്കിൽ വിത്ത് ചെറുചൂട് വെള്ളത്തിൽ മുക്കി വീണ്ടും വെയിലത്തുണക്കി പഴയതുപോലെ നിരത്തി മുളപ്പിക്കുക. മുള പൊട്ടിത്തുടങ്ങിയാൽ ചെറിയ മുറങ്ങളിൽ എടുത്ത് രാവിലെ തന്നെ വിതയ്ക്കാൻ തുടങ്ങണം. ഇവിടെ സാധാരണ പരിചയസമ്പത്തുള്ള പുരുഷന്മാരാണ് ഒരുക്കിയ കണ്ടങ്ങളിൽ വിത്ത് വിതയ്ക്കുന്നത്. നവരകൃഷിക്ക് നിലമുറുക്കുന്നതിലുമുണ്ട് ചില കരുതലുകൾ. നന്നായി കട്ടയുടച്ച് പരുവപ്പെടുത്തിയ കണ്ടത്തിൽ ജലനിരപ്പ് വളരെ കുറച്ച് വേണം വിത്ത് പാകാൻ. കാളകളും ട്രാക്ടറും ഇതിനുപയോഗിക്കാറുണ്ട്. ഇന്നിപ്പോൾ കൂലിച്ചെലവും മറ്റും കണക്കാക്കുമ്പോൾ ട്രാക്ടർ കൊണ്ടുള്ള ഉഴവിനാണ് പ്രാമുഖ്യം. കണ്ടമുഴുമ്പോൾ തന്നെ വേണ്ടത്ര പച്ചിലകളും ചേർക്കാറുണ്ട്. ഇതിനായി പഴയകാല കർഷകർ പറമ്പിന്റെ ഒരു കോണിൽ കുറച്ച് മരങ്ങളും കുറ്റിക്കാടുകളും വളർത്തുന്ന പതിവുമുണ്ട്. ഗ്രാമ്യ ഭാഷയിൽ ഇവയെ പച്ചിലക്കാടുകൾ എന്നാണ് വിളിച്ചിരുന്നത്. ചേര്, കാഞ്ഞിരം,
മരുത്, നെല്ലി, കൊന്ന, വേങ്ങ, വട്ട, ഉങ്ങ്, തേക്ക്, മാവ്, ഞാറ, പേരാൽ, പേഴ്, പ്ലാവ് തുടങ്ങി വിവിധ തരം വൃക്ഷങ്ങൾ വളർത്തിയിരുന്നു. പച്ചില വളത്തിനാണ് ഇവ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. ഉഴുന്ന സമയത്ത് ഒരേക്കർ സ്ഥലത്ത് 30 കട്ട ചാണകവും അതായത് 300 കിലോ ചാണകപ്പൊടി, 8-10 കട്ട ചാരവും ചേർക്കണം. കട്ട ഉടച്ചു കഴിഞ്ഞ് വയൽ ചെളിയാക്കി കലപ്പ കൊണ്ട് നിരപ്പാക്കിയ ശേഷം ചെളിയെല്ലാം ഒന്ന് ഉണങ്ങാനായി ഇടുന്നു. അധിക ജലം വാർത്തുകളയാൻ വേണ്ടി ചാലുകളും വെട്ടണം. കണ്ടത്തിൽ 1-2 സെന്റിമീറ്റർ ഉയരത്തിൽ വെള്ളം നിർത്തിയാൽ മതിയാകും. വിതയ്ക്കുമ്പോൾ വിത്ത് ചെളിയിൽ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയാണിത്. പാടത്ത് വിതയ്ക്കാൻ ഒരേക്കറിന് 50 മുതൽ 60 കിലോഗ്രാം വരെ വിത്ത് വേണം. എന്നാൽ പറിച്ചു നടാൻ 35 മുതൽ 50 കിലോഗ്രാം വിത്തു മതി. 6 മാസത്തിൽ കൂടുതൽ പഴക്കമുള്ള വിത്ത് ഒരിക്കലും വിതയ്ക്കാൻ എടുക്കരുത്. മകയിരം ഞാറ്റുവേലയാണ് വിത്ത് വിതയ്ക്കാൻ അത്യുത്തമം എന്ന് കർഷകർ അഭിപ്രായപ്പെടുന്നു. ഔഷധാവശ്യത്തിന് വേണ്ടിയാണ് നവര കൃഷി ചെയ്യുന്നത് എന്നുകൊണ്ട് തന്നെ രാസവസ്തുക്കൾ പൂർണ്ണമായും ഒഴിവാക്കി ജൈവ കൃഷിയാണ് അഭികാമ്യം. അടിവളമായി കാലിവളമോ കമ്പോസ്റ്റോ വിതയ്ക്കുന്നതിന് 1 മാസം മുമ്പ് തന്നെ നിലത്തിൽ പയർ വിതച്ച് പച്ചിലവളമായി ഉഴുതു ചേർക്കുന്നത് നല്ലതാണ്. സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് വിത്തിൽ പുരട്ടിയതിനു ശേഷം വിതച്ചാൽ പിന്നീടുള്ള രോഗബാധകൾ കുറയ്ക്കാം. 1 കിലോ നവര വിത്തിന് 10 ഗ്രാം എന്ന തോതിലാണ് സ്യൂഡോമോണാസ് വിത്തുമായി കലർത്തേണ്ടത്. ഇത് 12 മണിക്കൂർ വെച്ച ശേഷം വിതച്ചാൽ മതിയാകും. ഇതിനുശേഷം ചെറിയ കൈത്തൂമ്പ കൊണ്ട് മണ്ണിളക്കി കൊടുക്കണം. തുടർന്ന് 1 സെന്റിന് 1 കിലോഗ്രാം ചാരവും 2 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്കും ചേർക്കാം. വിത്ത് മുളച്ചു കഴിഞ്ഞാൽ ഇതര പരിചരണങ്ങളിലേക്ക് കടക്കാം. ഇക്കൂട്ടത്തിൽ പ്രധാനം ജലനിരപ്പ് നിലനിർത്തൽ തന്നെ. 5-ാമത്തെ ഇല വരുന്നതുവരെ കണ്ടത്തിൽ 1 മുതൽ 3 സെന്റിമീറ്റർ വരെ വെള്ളമുണ്ടായിരിക്കണം. തുടർന്ന് കണ പൊട്ടാൻ ഏകദേശം 5 സെന്റിമീറ്റർ വരെ വെള്ളം നിലനിർത്തണം. ഇത് 20 മുതൽ 25 ദിവസം തുടരണം. അതുകഴിഞ്ഞാൽ അധികം ജലം നിർബന്ധമില്ല. കതിര് വരുമ്പോഴും പൂക്കുമ്പോഴും മാത്രമേ ഈ ജലനിരപ്പ് നിലനിർത്തേണ്ടതുള്ളൂ. കൊയ്യുന്നതിന് ഒരാഴ്ച മുമ്പ് വെള്ളം പാടെ വാർത്തുകളയുകയും വേണം. നവരയ്ക്ക് താരതമ്യേന ശക്തി കുറഞ്ഞ കണകളാണുള്ളത്. അതുകൊണ്ട് തന്നെ അധികം വളം ചേർത്ത് കതിരിന് കനം വെപ്പിക്കാറില്ല. അങ്ങനെയായാൽ ചെടിക്ക് താങ്ങാൻ കഴിയില്ല. സാധാരണയായി പച്ചിലകളും ചാണകവും കമ്പോസ്റ്റും ഒക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. അടിവളമായി പച്ചില വളം ഉഴുമ്പോൾ തന്നെ ചേർക്കും. കതിർ വരുന്ന സമയത്തും പാകമാകുന്ന സമയത്തും ചിലപ്പോൾ വളരെ കുറഞ്ഞ തോതിൽ ഫോസ്ഫേറ്റ് വളങ്ങൾ ചേർക്കാറുണ്ട്. മണ്ണിര കമ്പോസ്റ്റ്, പഞ്ചഗവ്യം മുതലായവയും ഇപ്പോൾ ഉപയോഗിക്കുന്നു. നവരയ്ക്ക് വലിയ തോതിൽ കീടരോഗബാധ കാണാറില്ല. തണ്ടുചെയ്യൽ, ഇലചുരുട്ടിപ്പുഴു, തണ്ടുതുരപ്പൻ ഇവ ഇടയ്ക്ക് കാണാറുണ്ട്. നാടൻ രീതിയിൽ ഇവിടെ പുകയില കഷായമോ വെളുത്തുള്ളി മിശ്രിതമോ ഒക്കെ പ്രയോഗിക്കാറാണ് പതിവ്. കതിരിൽ മണി പിടിക്കുമ്പോൾ ചിലതരം വണ്ടുകളും പാടത്ത് എലി, ഞണ്ട് തുടങ്ങിയവയും വിത്തുപുരയിൽ ചില കീടങ്ങളും നവരനെല്ലിന് ഭീഷണിയായി എത്താറുണ്ട്. ഇതിനൊക്കെ നാടൻ പ്രയോഗങ്ങൾ വഴിയുള്ള നിയന്ത്രണമാണ് കർഷകർ നടത്താറ്. പാണൽ, ഇഞ്ചി, ആര്യവേപ്പ് തുടങ്ങിയവയുടെ ഇലകൾ വിത്തുപുരയിലെ ചാക്കുകളിൽ ഇട്ടാൽ കലവറ കീടങ്ങളുടെ ഉപദ്രവം കുറയ്ക്കാം. കീടരോഗ നിയന്ത്രണം വേണ്ടിവരുന്ന സന്ദർഭങ്ങളിലും ജൈവരീതികൾ തന്നെയാണ് കരണീയം. ബാക്ടീരിയൽ ഇലകരിച്ചിൽ കണ്ടാൽ പച്ചച്ചാണകം വെള്ളത്തിൽ കലക്കി തെളിയൂറ്റി അരിച്ചു കിട്ടുന്ന ചാണകപ്പാൽ തളിച്ച് രോഗം നിയന്ത്രണ വിധേയമാക്കാം. തണ്ടുതുരപ്പനോ ഇല ചുരുട്ടിയോ വരുന്നത് തടയാൻ ട്രൈക്കോ കാർഡുകൾ പാടത്ത് ഉപയോഗിക്കാം. വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം തളിച്ച് ചാഴിശല്യം നിയന്ത്രിക്കാം. പാടമാകെ ഒരുപോലെ പൂവിട്ട ശേഷം 1 മാസത്തിനുള്ളിൽ നവര കൊയ്യാം. 75 ദിവസം വരെ കൊയ്ത്ത് തുടരാം. ഒരേക്കറിന് 1 ടണ്ണാണ് ശരാശരി വിളവ്. കൂടുതൽ വളം ചേർത്താൽ വിളവ് വർദ്ധിക്കുമെങ്കിലും നെല്ല് ചരിഞ്ഞു വീഴാൻ സാധ്യത കൂടും. അതുകൊണ്ട് തന്നെ പരിണതപ്രജ്ഞരായ നവര കർഷകർ അധിക വളം ചേർക്കാറില്ല. യഥാർത്ഥത്തിൽ നല്ല വിത്തും നല്ല പരിചരണവും ഔചിത്യപൂർണമായ വളപ്രയോഗവും മതിയാകും. നവരകൃഷിയിൽ നല്ല വിളവ് കിട്ടാൻ സാധാരണ നെല്ലിനെ അപേക്ഷിച്ച് 3-4 ഇരട്ടി കൂടുതൽ വില നവരനെല്ലിന് കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് കൊഴിയുന്ന സ്വഭാവമുള്ളതിനാൽ കൊയ്ത്തെടുത്ത് നവരനെല്ല് കാലതാമസം വരാതെ കൊഴിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ തന്നെ വേണം. സാധാരണ കറ്റ തല്ലിയാണ് നെല്ല് കൊഴിക്കുക. കൂടാതെ കാലികളെ കൊണ്ട് മെതിപ്പിച്ചും നെല്ല് കൊഴിക്കാം. നവരയ്ക്ക് ഈ രീതി തന്നെയാണ് ഉത്തമം. കൊഴിക്കൽ കഴിഞ്ഞാൽ പാറ്റി കതിര് കളയുന്നു. ഇതിൽ ഒരാൾ മുറത്തിൽ നിന്ന് ഉയരത്തിൽ താഴേക്ക് ശക്തിയായി നെല്ല് ചൊരിയുന്നു. മറ്റൊരാൾ മുറം കൊണ്ട് ശക്തിയായി ഇതിൽ വീശും. അപ്പോൾ കനം കൂടിയ നെല്ല് അടുത്ത് വീഴുകയും കനം കുറഞ്ഞ പതിരും മങ്കും ദൂരെ പറന്നു വീഴുകയും ചെയ്യും. നല്ല നെല്ല് വേറെ ശേഖരിക്കും. നവരയുടെ കച്ചി മൃദുലമാണ്. കന്നുകാലികൾക്ക് ഏറെ ഇഷ്ടവുമാണ്. പ്രത്യുൽപാദനക്ഷമത താരതമ്യേന കുറവായതിനാൽ നവരനെല്ല് വളരെ കരുതലോടെയും ശ്രദ്ധയോടെയും വേണം ശേഖരിക്കുവാൻ. നല്ല കനമുള്ള നെന്മണികൾ പാറ്റിയെടുത്ത് 4 തൊട്ട് 7 ദിവസം വരെ രാവും പകലും വെയിലും മഞ്ഞും കൊള്ളിക്കുന്നു. നെന്മണി പൊട്ടിക്കുമ്പോൾ അതിൽ ഒരു വെളുത്ത വര കാണുന്നുവെങ്കിൽ അത് വിത്ത് ശരിയായി ഉണങ്ങി എന്നതിന്റെ സൂചനയാണ്. സാധാരണ അടുക്കളയിലെ പുക കൊള്ളുന്ന സ്ഥലത്ത് ചാക്കുകളിലാണ് വിത്ത് സൂക്ഷിക്കുന്നത്. സർവ്വരോഗശമനത്തിന്റെയും മാതാവ്. നവര അരിക്ക് സർവ്വരോഗശമനത്തിന്റെയും അമ്മ എന്ന അർത്ഥത്തിൽ ദ മദർ ഓഫ് ഓൾ ക്യൂഴ്സ് എന്ന് പറയാറുണ്ട്. കാർബോഹൈഡ്രേറ്റ്, മാംസ്യം, കൊഴുപ്പ് എന്നിവയ്ക്ക് പുറമെ ജീവകം ബി, സിങ്ക്, ഇരുമ്പ് തുടങ്ങിയ ധാതുക്കളും നാരും നീരോക്സി കാരകങ്ങളും പോളിഫിനോളുകളും ട്രിസിൻ, ഒറൈസനോൾ, പ്രോ അന്തോസയനിഡിൻ തുടങ്ങിയ ഫ്ലേവിനോയിഡുകളും നവര അരിയിൽ അടങ്ങിയിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ അത് പോഷക സമൃദ്ധവും വേഗം ദഹിക്കുന്നതും എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും ഭക്ഷ്യയോഗ്യവുമാണ്. ആയുർവേദത്തിൽ ഷാഷ്ടികോ വ്രീഹിഷ്ട ശ്രേഷ്ഠ എന്ന പരാമർശമുണ്ട്. അതായത് വീഹി അഥവാ ചുവന്ന അരി ഗണത്തിൽപ്പെട്ട 60 ദിവസത്തിനുള്ളിൽ വിളവെടുക്കാവുന്ന നെല്ല് ഔഷധോപയോഗത്തിന് ശ്രേഷ്ഠം എന്നർത്ഥം. ഇത് നവരയുടെ മാത്രം കാര്യമല്ല. 60 ദിവസത്തിനുള്ളിൽ വിളവെടുക്കാവുന്ന എല്ലാത്തരം നെല്ലിനും ഔഷധ ഗുണമുണ്ട് എന്ന് കാണേണ്ടിയിരിക്കുന്നു. ആയുർവേദത്തിൽ നവര അരി മികച്ച ഔഷധ പദാർത്ഥമായാണ് കണക്കാക്കുന്നത്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ജൈവവള പ്രയോഗം. ചെടിയുടെ വളർച്ചയ്ക്ക് മികച്ച പോഷണം ആവശ്യമാണ്. ഫലപുഷ്ടിയുള്ള ചെടികൾക്ക് ആവശ്യമായ പോഷണം നൽകി നല്ല വിളവ് ലഭ്യമാക്കുന്നു. ജൈവവളങ്ങളാൽ സമ്പുഷ്ടമായ മണ്ണ് ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ നൽകി വിളവ് വർദ്ധിപ്പിക്കുന്നു. വിളകൾക്ക് അടിവളമായി സെന്റിന് 200 കിലോഗ്രാം ജൈവവളം മണ്ണിൽ ചേർത്ത് നൽകേണ്ടതാണ്. ജൈവവളങ്ങൾ അണുജീവികളുടെ വളർച്ചയ്ക്കും പ്രവർത്തനത്തിനും അനുകൂല സാഹചര്യമൊരുക്കി മണ്ണിന്റെ വളക്കൂറും ഉത്പാദനശേഷിയും നിലനിർത്തുന്നു. മണ്ണിലെ ഈർപ്പം നഷ്ടപ്പെടാതെയും സൂക്ഷിക്കുന്നു. ജൈവവളങ്ങൾ ആവശ്യാനുസരണം ലഭ്യമാകുമെങ്കിൽ ചെടികൾക്ക് സൂക്ഷ്മമൂലകങ്ങളുടെ കുറവ് അനുഭവപ്പെടാറില്ല. പച്ചിലവളങ്ങൾ, കാലിവളങ്ങൾ, കമ്പോസ്റ്റുകൾ, എല്ലുപൊടി, വിവിധതരം പിണ്ണാക്കുകൾ എന്നിവയാണ് പ്രധാന ജൈവവളങ്ങൾ. ജൈവവള പ്രയോഗരീതി. മണ്ണിൽ അമ്ലവും ക്ഷാരവും ക്രമീകരിക്കുന്നതിനായി കുമ്മായം 1 സെന്റ് ഒന്നിന് 2 കിലോഗ്രാം വീതം നൽകേണ്ടതാണ്. ഉണക്കിപ്പൊടിച്ച ചാണകം സെന്റ് ഒന്നിന് 200 കിലോഗ്രാം വീതം അടിവളമായി നൽകുക. സെന്റ് ഒന്നിന് 1 കിലോഗ്രാം എല്ലുപൊടി അടിവളമായി നൽകുന്നത് വേരുപിടുത്തം കൂട്ടാൻ സഹായിക്കും. 1 കിലോ പച്ചച്ചാണകം 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചെടുത്താൽ ലഭിക്കുന്ന പച്ചച്ചാണക ലായനിയുടെ തെളി ഊറ്റിയെടുത്ത് ഇലകളിൽ തളിക്കുകയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ജൈവ സ്ലറി തയ്യാറാക്കി ആഴ്ചയിൽ ഒരിക്കൽ ചെടികളുടെ തടത്തിൽ 1 ലിറ്റർ വീതം ഒഴിച്ചു കൊടുക്കുക. ജൈവ സ്ലറി തയ്യാറാക്കുന്ന വിധം. ഒരു ബക്കറ്റിൽ 1 കിലോ പച്ചച്ചാണകം, 1 കിലോ കടലപ്പിണ്ണാക്ക്, 1 കിലോ വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ഒരുമിച്ച് ചേർത്ത് 10 ലിറ്റർ വെള്ളം ഒഴിച്ച് പുളിപ്പിക്കാൻ വയ്ക്കുക. 5 ദിവസങ്ങൾക്ക് ശേഷം ഈ മിശ്രിതം ഇരട്ടിയായി നേർപ്പിച്ച് തടത്തിൽ 1 ലിറ്റർ വീതം ഒഴിച്ച് കൊടുക്കുക. വളർച്ചാ ത്വരകങ്ങൾ. ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ വളർച്ച കുറയുമെന്ന ധാരണ വ്യാപകമാണ്. പക്ഷേ യഥാസമയം ആവശ്യമായ ജൈവവളങ്ങൾ നൽകുകയും പഞ്ചഗവ്യം, ഫിഷ് അമിനോ ആസിഡ്, EM പോലുള്ള വളർച്ചാ ത്വരകങ്ങൾ ഉപയോഗിക്കുകയും ചെയ്താൽ ചെടികളുടെ വളർച്ചയും ആരോഗ്യവും ഉറപ്പാക്കാം. പഞ്ചഗവ്യം. പശുവിന്റെ ചാണകവും മൂത്രവും പാലും തൈരും നെയ്യും ഉചിതമായ അനുപാതത്തിൽ കൂട്ടിക്കലർത്തിയാൽ പ്രസ്തുത മിശ്രിതത്തിന് അത്ഭുതവാഹമായ ഫലങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. വിളകളുടെ വളർച്ച കൂട്ടി വിളവ് വർദ്ധിപ്പിക്കുന്ന ഒരു ജൈവ ഹോർമോൺ ആയും നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ നിയന്ത്രിച്ച് കീടരോഗ പ്രതിരോധ ശേഷി കൈവരിക്കുന്നതിനും അത്യുത്തമമാണ് പഞ്ചഗവ്യം. ഇപ്രകാരമാണ് പഞ്ചഗവ്യം തയ്യാറാക്കാൻ വേണ്ടുന്ന ചേരുവകൾ. പച്ചച്ചാണകം 4.8 കിലോ, ഗോമൂത്രം 4 ലിറ്റർ, പാല് 1/2 ലിറ്റർ, നെയ്യ് 500 ഗ്രാം, തൈര് 500 ഗ്രാം, പാളയംകോടൻ പഴം 2 എണ്ണം. പച്ചച്ചാണകവും നെയ്യും നന്നായി യോജിപ്പിച്ച് 1 ദിവസം വെക്കണം. ഇതിലേക്ക് പാൽ, തൈര്, ഗോമൂത്രം, പഴം എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് തണലിൽ സൂക്ഷിച്ചു വെക്കുക. ദിവസേന ഇളക്കുക. നല്ല വായുസഞ്ചാരം ലഭിക്കാനും സൂക്ഷ്മജീവികൾ വർദ്ധിക്കാനും ഇത് സഹായിക്കുന്നു. 15 ദിവസങ്ങൾക്ക് ശേഷം 10 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഇലകളിൽ 4 ഇല പ്രായം മുതൽ ആഴ്ചയിൽ ഒരിക്കൽ തളിക്കാം. ഫിഷ് അമിനോ ആസിഡ്. ഒരു വളർച്ചാ ത്വരകമായ ഫിഷ് അമിനോ ആസിഡ് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് 10 ദിവസം ഇടവിട്ട് വൈകുന്നേരം ചെടികളിൽ തളിക്കുക. ഫിഷ് അമിനോ ആസിഡ് തയ്യാറാക്കുന്ന വിധം. പച്ച മത്സ്യവും ശർക്കരയും കൂടി പുളിപ്പിച്ച് തയ്യാറാക്കുന്ന ഒരു വളർച്ചാ ത്വരകമാണിത്. ചെറിയ കഷ്ണങ്ങളായി മുറിച്ച 1 കിലോ പച്ചമത്തിയും 1 കിലോ പൊടിച്ച ശർക്കരയും ഒരുമിച്ച് ചേർത്ത് വായു കടക്കാത്ത അടപ്പുള്ള പാത്രത്തിൽ 15 ദിവസം വയ്ക്കുക. 15 ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ മിശ്രിതം 2 മില്ലി എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് 10 ദിവസത്തിൽ ഒരിക്കൽ 4 ഇല പ്രായം മുതൽ തളിക്കാവുന്നതാണ്. ചെടികൾക്ക് നല്ല വളർച്ച ലഭിക്കുന്നതാണ്. കാര്യക്ഷമതയുള്ള സൂക്ഷ്മജീവികൾ. ഒരു കൂട്ടം സൂക്ഷ്മജീവികളുടെ മിശ്രിതമാണ് ഫലപ്രദങ്ങളായ ജീവാണുക്കൾ എന്ന സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്നത്. ഇവയിൽ പ്രകാശ സംശ്ലേഷണ ബാക്ടീരിയ, ഈസ്റ്റ്, ആക്ടിനോമൈസിറ്റുകൾ, കിണ്വന കുമിളുകൾ, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. ജൈവ കൃഷി രീതിയിൽ ആദ്യത്തെ 1-2 കൊല്ലങ്ങളിൽ മണ്ണിൽ കൂടിയും വെള്ളത്തിൽ കൂടിയും ജൈവവളങ്ങളിൽ കൂടിയും EM നൽകിയാൽ പെട്ടെന്ന് തന്നെ സൂക്ഷ്മജീവികളുടെ എണ്ണം വർദ്ധിച്ച് ചെടികൾ
നന്നായി വളർന്ന് നല്ല വിളവ് തരുന്നു. ഇങ്ങനെ ഒരിക്കൽ EM പ്രയോഗിച്ചു കഴിഞ്ഞാൽ തദ്ദേശീയമായ കാര്യക്ഷമതയുള്ള സൂക്ഷ്മജീവികളും വർദ്ധിക്കുന്നു. അങ്ങനെ ഒരു പറ്റം സൂക്ഷ്മജീവികൾ പിന്തള്ളപ്പെടുകയും മണ്ണിന്റെ ആരോഗ്യം കൂടുകയും രോഗങ്ങൾ കുറയുകയും ചെയ്യുന്നു. വിത്തിന്റെ അങ്കുരണം മുതൽ വളർച്ചയിലും പൂക്കുന്നതിലും കായ്ക്കുന്നതിലും ആരോഗ്യത്തിലും വിളവിലും എല്ലാം ധാരാളം ജൈവാംശമുള്ളതും EM ഉള്ളതുമായ മണ്ണിൽ വളരുന്ന സസ്യങ്ങൾ മുൻപന്തിയിൽ നിൽക്കുന്നു. ആക്ടിവേറ്റഡ് EM. 1 ലിറ്റർ സോപ്പ് ലായനി, EM, 1 കിലോ ശർക്കര, 20 ലിറ്റർ വെള്ളം എന്നിവ ഒരു ബക്കറ്റിലാക്കി നന്നായി ഇളക്കി അടച്ച് പ്രകാശവും ചൂടും തട്ടാതെ 10 ദിവസം സൂക്ഷിച്ചു വെക്കുക. ലായനിയുടെ pH, അതായത് അമ്ലക്ഷാര മൂല്യം, ഈ സമയം കൊണ്ട് 3.4-ൽ താഴെയാവുകയും നല്ല ഒരു സുഗന്ധം ലായനിക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ഇതാണ് AEM അഥവാ ആക്ടിവേറ്റഡ് EM. ഇതിൽ നിന്ന് 2 മില്ലി എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് ചെടികളുടെ ഇലകളിൽ തളിക്കുകയോ മണ്ണിൽ ചേർക്കുകയോ കമ്പോസ്റ്റിൽ ചേർക്കുകയോ ചെയ്യാം. സൂക്ഷ്മാണുവളങ്ങൾ. സൂക്ഷ്മാണുവളങ്ങളുടെ ഉപയോഗവും ജൈവ പച്ചക്കറി കൃഷിയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. പ്രധാന സസ്യമൂലകങ്ങൾ മണ്ണിൽ ലഭ്യമാകാൻ ഇവ സഹായിക്കുന്നു. അന്തരീക്ഷത്തിലെ നൈട്രജനെ വലിച്ചെടുത്ത് ചെടികൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന അമോണിയ രൂപത്തിലാക്കി നൽകുന്ന സൂക്ഷ്മാണുക്കളാണ് റൈസോബിയം, അസോസ്പിറില്ലം, അസറ്റോബാക്ടീരിയ എന്നിവ. വിത്തിൽ പുരട്ടിയോ നേരിട്ട് മണ്ണിൽ ചേർത്തോ ഇവ ഉപയോഗിക്കാം. റൈസോബിയം. പയറുവർഗ ചെടികളുടെ വേരുകളിലുള്ള മുഴകളിൽ കണ്ടുവരുന്ന റൈസോബിയം ചെടികൾക്കാവശ്യമായ നൈട്രജൻ ലഭ്യമാക്കുന്നു. പയർ വിത്തിൽ റൈസോബിയം പുരട്ടി നൈട്രജൻ കൂടുതൽ ലഭ്യമാക്കാം. 10 കിലോ പയർ വിത്ത് 1/2 കിലോ റൈസോബിയം കൾച്ചറും കഞ്ഞിവെള്ളവും ചേർത്ത് ഇളക്കി തണലിൽ ഉണക്കി വിതയ്ക്കാവുന്നതാണ്. അസറ്റോബാക്ടർ. മണ്ണിൽ സ്വതന്ത്രമായി വസിച്ച് ചെടികൾക്ക് നൈട്രജൻ അമോണിയയുടെ രൂപത്തിൽ നൽകാൻ കഴിവുള്ള മറ്റൊരു ജീവാണുവാണ് അസറ്റോബാക്ടർ. വിത്തിൽ പുരട്ടാനും പറിച്ചു നടുന്ന ചെടികളുടെ വേര് മുക്കി വയ്ക്കാനും മണ്ണിൽ ചേർക്കാനും അസറ്റോബാക്ടർ ഉപയോഗിക്കാം. അസോസ്പെറില്ലം. ചെടികളുടെ വേരിന്റെ ഉപരിതലത്തിലും ഉള്ളിലും ചുറ്റുപാടുമുള്ള മണ്ണിലും വസിച്ച് നൈട്രജൻ നൽകാൻ കഴിയുന്ന മറ്റൊരു സൂക്ഷ്മാണുവാണ് അസോസ്പൈറില്ലം. ഫോസ്ഫറസ് ബാക്ടീരിയ. ചില ഇനം ബാക്ടീരിയകൾക്കും കുമിളുകൾക്കും മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ഫോസ്ഫേറ്റിനെ ചെടികൾക്ക് വലിച്ചെടുക്കാവുന്ന രൂപത്തിലാക്കി നൽകാൻ കഴിയും. കേരളത്തിലെ മണ്ണിൽ അമ്ലത കൂടിയിരിക്കുന്നതിനാൽ ചെടികൾക്ക് ഇവ പലപ്പോഴും നേരിട്ട് വലിച്ചെടുക്കാൻ കഴിയാറില്ല. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി ഫോസ്ഫറസ് ബാക്ടീരിയ കൾച്ചർ വിത്തിൽ പുരട്ടിയോ തൈകളുടെ വേര് ലായനിയിൽ മുക്കിയോ നേരിട്ട് മണ്ണിൽ ചേർത്തോ നൽകാം. പൊട്ടാഷ് ബാക്ടീരിയ. പൊട്ടാഷ് നൽകാൻ കഴിയുന്ന ബാക്ടീരിയ കൾച്ചറുകളും ഇന്ന് ലഭ്യമാണ്. വിളവിൽ 20% വരെ വർധനയുണ്ടാക്കാൻ കഴിയുന്ന ഈ ബാക്ടീരിയ കൾച്ചർ വിത്തിൽ പുരട്ടിയോ തൈകൾ മുക്കി വയ്ക്കുകയോ നേരിട്ടോ ഉപയോഗിക്കാം. ജീവാണുവളങ്ങൾ. നൈട്രജൻ ജീവാണുവളങ്ങൾ. പയറിന് അനുയോജ്യമായ നൈട്രജൻ ജീവാണുവളമാണ് റൈസോബിയം. വിത്തിൽ പുരട്ടിയാണ് റൈസോബിയം പയറിൽ പ്രയോഗിക്കേണ്ടത്. വെള്ളം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ഈർപ്പം വരുത്തിയ വിത്തിലേക്ക് റൈസോബിയം ചേർത്ത് ഇളക്കി തണലത്ത് 15 മുതൽ 20 മിനിറ്റ് ഉണക്കിയ ശേഷം അപ്പോൾ തന്നെ വിതയ്ക്കുക. 500 ഗ്രാം കൾച്ചർ ഉപയോഗിച്ച് 5 മുതൽ 10 കിലോഗ്രാം വിത്ത് പുരട്ടാം. ഫോസ്ഫറസ് ജീവാണുവളങ്ങൾ. മൈക്കോറൈസ. ഒരു ഭാവക ജീവാണുവളം എന്നതിലുപരി ഒരു ടോണിക്കായി പ്രവർത്തിക്കുന്ന കുമിളാണ് മൈക്കോറൈസ. കൂടാതെ കുമിൾ രോഗങ്ങളെ നിയന്ത്രിക്കാനും ഇവയ്ക്ക് സാധിക്കും. താവരണിയിൽ ഒരു ചതുരശ്ര മീറ്ററിന് 200 ഗ്രാം എന്ന തോതിൽ മുളക്, കത്തിരി, വഴുതന, തക്കാളി മുതലായ പച്ചക്കറികളുടെ നഴ്സറിയിൽ മൈക്കോറൈസ നൽകി തൈകൾ വളർത്തുക. നേരിട്ട് നടുന്ന പച്ചക്കറികൾക്ക് ഒരു കുഴിയിൽ 2 മുതൽ 3 ഗ്രാം മൈക്കോറൈസ നൽകി തൈകൾ ഇട്ട് നടുക. വിത്ത് മുളച്ച് വേര് പൊട്ടുമ്പോൾ കൾച്ചറിൽ കൂടി കടന്നുപോകും എന്ന് ഉറപ്പാക്കുക. ഫോസ്ഫറസ് സോലിബിളൈസർ. ഇത് ഒരു ഭാവക ജീവാണുവളമാണ്. അതാത് പച്ചക്കറികൾക്ക് വേണ്ടുന്ന ജൈവവളം 1 മുതൽ 2% എന്ന തോതിൽ കൾച്ചറുമായി ചേർത്ത് ശുപാർശ പ്രകാരമുള്ള റോക്ക് ഫോസ്ഫേറ്റിനോടൊപ്പം ഉപയോഗിക്കുക. PGPR മിക്സ് 1, NPK എന്നീ മൂലകങ്ങൾ ഒരുമിച്ച് ഒറ്റപ്രയോഗത്തിലൂടെ ലഭ്യമാക്കാൻ സഹായിക്കുന്ന ജീവാണുക്കളുടെ കൂട്ടായ്മയാണ് PGPR മിക്സ്. ഈ കൾച്ചർ 1 മുതൽ 2% എന്ന തോതിൽ കാലിവളം കമ്പോസ്റ്റുമായി ചേർത്ത് പച്ചക്കറി വിളകൾക്ക് നൽകാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: രാസവളങ്ങൾ, രാസകുമിൾ കീടനാശിനികൾ എന്നിവയുമായി ചേർത്ത് ഉപയോഗിക്കരുത്. 2 ആഴ്ച ഇടവേളയിട്ട് പ്രയോഗിക്കാം. ഈ കൾച്ചറുകൾ ഉപയോഗിക്കുമ്പോൾ മണ്ണിൽ അത്യാവശ്യം ഈർപ്പം ഉണ്ടായിരിക്കണം. ധാരാളം ജൈവവളം ഉപയോഗിക്കണം. ചാരം ചേരാത്ത ജൈവവളത്തോടൊപ്പം ഉപയോഗിക്കുക. അംഗീകൃത സ്ഥാപനങ്ങൾ വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൾച്ചറുകൾ മാത്രം ഉപയോഗിക്കുക. കാലാവധിക്ക് മുൻപ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ലഭ്യത: വെള്ളായണി കാർഷിക കോളേജിലെ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റ്, കാർഷിക സർവകലാശാലയുടെ മറ്റു ഗവേഷണ സ്ഥാപനങ്ങൾ, കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള സ്റ്റേറ്റ് ബയോ കൺട്രോൾ ലാബ്, മണ്ണുത്തി, തിരുവനന്തപുരം, പാറോട്ടുകോണത്തെ ജീവാണു ഉത്പാദന കേന്ദ്രം, ഏതാനും സ്വകാര്യ സ്ഥാപനങ്ങൾ മുതലായവ വഴി ഇവ ലഭ്യമാണ്. ഗുണമേന്മ നിലനിർത്തി അംഗീകൃത സ്ഥാപനങ്ങൾ വികസിപ്പിച്ചെടുത്ത കൾച്ചറുകൾ മാത്രം ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം.
നെൽപ്പാടത്തെ യന്ത്രചങ്ങാതിമാർ. വിത്ത് മുതൽ വിളവ് വരെ വൈവിധ്യമാർന്ന വിവിധ തരം കൃഷിപ്പണികളുടെ പ്രവർത്തന മേഖലയാണ് നെൽകൃഷി. നിലമൊരുക്കുന്നത് മുതൽ തുടങ്ങുന്ന കൃഷിപ്പണികൾ കൊയ്ത്ത് വരെയും സംഭരണ കേന്ദ്രത്തോളവും നീളുന്നു. നെൽപ്പാടത്തെ പ്രവൃത്തികളിലധികവും നമ്മുടെ പരമ്പരാഗത സംസ്കൃതിയുമായി നേരിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. പരസ്പര സഹകരണത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും വിട്ടുവീഴ്ചകളുടെയും കൂട്ടായ്മയുടെയും എല്ലാം ബാലപാഠങ്ങൾ മലയാളികൾ കണ്ടും കേട്ടും അനുഭവിച്ചും അഭ്യസിക്കുന്നത് നമ്മുടെ വയലേലകളിലും വയൽ കൃഷിയിൽ നിന്നുമാണ്. സാംസ്കാരിക പ്രഭാവത്തിന്റെ അടയാളങ്ങളായ ഞാറ്റുപാട്ടും കൊയ്ത്തുപാട്ടും ഉദയം കൊണ്ടത് വയലേലകളിൽ നിന്നും വയലിലെ കൃഷിപ്പണികളിൽ നിന്നുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കൃഷി എന്നാൽ നെൽകൃഷിയും കൃഷിപ്പണി എന്നാൽ പാടത്തെ കൃഷിപ്പണികളും കർഷകൻ എന്നാൽ നെൽകൃഷിക്കാരനും ഒക്കെയായിരുന്നു കേരളത്തിലെ പഴക്കം. ഒരാൾക്ക് എത്ര പറ കണ്ടമുണ്ട്, വിളവെടുപ്പിനു ശേഷം അയാളുടെ മുറ്റത്ത് എത്ര വൈക്കോൽ കൂനകൾ ഉയരുന്നു എന്നൊക്കെയായിരുന്നു ആഢ്യത്വത്തിന്റെ ചിഹ്നങ്ങൾ. എങ്കിലും നെൽകൃഷിയിലെ വിവിധ തരം കൃഷിപ്പണികൾ ക്ലേശകരവും ഒപ്പം അത്രയും തന്നെ ക്ഷമയും സഹനവും വേണ്ടതാണ് എന്നതാണ് യാഥാർത്ഥ്യം. കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം എന്ന ആശയം പ്രാവർത്തികമായതും യാഥാർത്ഥ്യമായതും നെൽകൃഷിയെയും നെൽപ്പാടങ്ങളെയും കേന്ദ്രീകരിച്ചായിരുന്നു. തൊഴിലാളികളുടെ ലഭ്യതക്കുറവ് നെൽകൃഷി മേഖലയിൽ ഒരു ചോദ്യചിഹ്നമായി മാറിയപ്പോൾ യന്ത്രവൽക്കരണമാണ് സധൈര്യം മുന്നോട്ടു പോകാൻ ഇവിടെ നിരവധി പേർക്ക് പ്രേരണയായത് എന്ന് സമ്മതിച്ചേ തീരൂ. നെൽകൃഷിയിലെ യന്ത്രവൽക്കരണം കൂടുതൽ ആവശ്യാധിഷ്ഠിതവും ശ്രദ്ധേയവുമാകുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. നെൽകൃഷിയിലെ നിലമൊരുക്കാനും വിത്ത് വിതയ്ക്കാനും ഞാറുനടാനും ഇടയിളക്കാനും വിളവെടുപ്പിനും വൈക്കോൽ ശേഖരിക്കാനുമെല്ലാം വെവ്വേറെ യന്ത്രങ്ങളുണ്ട്. ഇവിടെ ഒരു കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഓരോ സാഹചര്യത്തിനും ഇണങ്ങിയ യന്ത്രങ്ങൾ വേണം തിരഞ്ഞെടുക്കാനും ഉപയോഗിക്കാനും. എങ്കിൽ മാത്രമേ ഉദ്ദേശിച്ച ഫലപ്രാപ്തിയും സമയലാഭവും ഒക്കെ കൈവരുകയുള്ളൂ. വിവിധ യന്ത്രങ്ങൾ പരിചയപ്പെടാം. KAU പഡ്ലർ. കേരള കാർഷിക സർവകലാശാലയുടെ കണ്ടെത്തലാണ് KAU പഡ്ലർ. വളഞ്ഞു പിരിഞ്ഞ ബ്ലേഡുകളാണ് ഇതിന്റെ പ്രത്യേകത. ചെളിപ്പൂട്ടിനാണ് ഇത് ഉത്തമം. കേജ് വീലുകൾ ഘടിപ്പിച്ച ട്രാക്ടറിൽ പിടിപ്പിച്ച് ഇത് പാടത്ത് ഉപയോഗിക്കാം. വളഞ്ഞു പിരിഞ്ഞ ബ്ലേഡുകൾ ചെളി കലക്കും. ട്രാക്ടറിൽ ഇരുമ്പ് ചക്രങ്ങളോടുകൂടി ഇതുപയോഗിക്കുമ്പോൾ 40 മുതൽ 45% സമയലാഭവും അതുവഴി ഓരോ ഹെക്ടറിനും ചെലവാകുന്ന ഡീസലിന്റെ അളവിനും 30 മുതൽ 35% കുറവും നേടാൻ കഴിയുന്നു. ചെളി കലക്കൽ പരിധി വിടാത്തതിനാൽ യന്ത്രവൽകൃത ഞാറുനടീലിനും ഈ രീതി സഹായകമാണ്. നിലം അതിനനുസരിച്ച് പാകപ്പെടുന്നു. ഇങ്ങനെ ചെളി കലക്കുമ്പോൾ പാടങ്ങളുടെ നിരപ്പ വ്യത്യാസം ഗണ്യമായി കുറയും. കേരള സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ ഷൊർണൂരിലെ മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ് ഇത് നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത്. നിരന്തരമുള്ള ചെളിപ്പൂട്ട് ക്രമേണ വയലുകളിൽ ട്രാക്ടറും മറ്റും താഴ്ന്നു പോകുന്ന പ്രശ്നമുണ്ടാകാൻ ഇടയുണ്ട്. ഇത്തരം വയലുകളിൽ കേജ് വീലുകൾ മാത്രം ഉപയോഗിച്ചുള്ള ഒഴിവാക്കുകയാണ് നന്ന്. വിത്ത് വിതയ്ക്കാൻ യന്ത്രം. പൊടി വിതയ്ക്കും ചേറ്റു വിതയ്ക്കും വിത്ത് വിതയ്ക്കാൻ പ്രത്യേക യന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ട്രാക്ടർ കൾട്ടിവേറ്ററിനോടൊപ്പം ഘടിപ്പിച്ച് വിത്ത് വിത യന്ത്രം 20 സെന്റിമീറ്റർ അകലത്തിൽ 9 വരിയിൽ വിത്തിട്ട് പോകുന്ന വിധമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൾട്ടിവേറ്ററിന്റെ കുഴകൾക്കു പിന്നിൽ ഒരു കുഴിയിലൂടെ ക്രമമായി വിത്ത് നിക്ഷേപിക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഈ യന്ത്രം കൊണ്ട് ഒരേക്കർ സ്ഥലത്ത് വിതയ്ക്കാൻ ഏകദേശം 1 മണിക്കൂർ മതി. റോട്ടോവേറ്റർ ഉപയോഗിച്ച് പൊടി പരുവമാക്കിയ മണ്ണിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഈ യന്ത്രം തന്നെ പൊടിവിതയ്ക്കായി കാർഷിക സർവകലാശാല കൂടുതൽ പരിഷ്കരിച്ചിട്ടുണ്ട്. പുതിയ യന്ത്രത്തിൽ വിത്തിന്റെ നിരക്ക് ആവശ്യാനുസരണം മാറ്റാൻ സാധിക്കും. വരികൾ തമ്മിൽ 20 മുതൽ 25 സെന്റിമീറ്റർ എന്ന ക്രമത്തിൽ അകലം ക്രമീകരിക്കാനും കഴിയും. പൊടിവിതയിൽ കളശല്യം കുറയ്ക്കാൻ വേണ്ടി കളകൾ മുളയ്ക്കും മുമ്പ് പ്രയോഗിക്കേണ്ട കളനാശിനികൾ തളിച്ചു കൊടുക്കാനും ഇത് ഉപയോഗപ്പെടുത്താം. വരിയായി വിത്ത് നടുന്നതിനാൽ പിന്നീട് കള നീക്കി യന്ത്രങ്ങൾ പാടത്ത് പ്രവർത്തിപ്പിക്കാനും സ്ഥല സൗകര്യം ലഭ്യമാക്കും. ഞാറുനടിയിൽ യന്ത്രം. 6 വരി ഞാറ് നടാവുന്ന ഞാറുനടിയിൽ യന്ത്രം ഫിലിപ്പൈൻസിലെ അന്തർദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം ആണ് നിർമ്മിച്ചത്. ലളിത പ്രവർത്തന രീതിയാണ് ഇതിന്റെ സവിശേഷത. 20x50 സെന്റിമീറ്റർ അളവിലുള്ള 6 പായ്ഞ്ഞാറ്റടി കഷ്ണങ്ങൾ ട്രാൻസ്പ്ലാന്റർ ട്രേയിൽ വെച്ച് ഒരാൾക്കു തന്നെ പ്രവർത്തിപ്പിക്കാൻ കഴിയും. ആകെ 20 കിലോഗ്രാം മാത്രമാണ് യന്ത്രത്തിന്റെ ഭാരം. നന്നായി ചെളി പൂട്ടി നിരപ്പാക്കിയ നേരിയ തോതിൽ വെള്ളം നിൽക്കുന്ന നിലങ്ങളിലാണ് ഈ യന്ത്രം ഉപയോഗിക്കുന്നത്. വരികൾ തമ്മിൽ 20 സെന്റിമീറ്റർ ആണ് അകലം. നുരികൾ തമ്മിലുള്ള അകലം ക്രമീകരിക്കാൻ സാധിക്കും. 1 മണിക്കൂറിൽ 25 സെന്റ് സ്ഥലത്ത് ഞാറ് നടാൻ കഴിയും.
ഇതുവഴി തൊഴിലാളികളുടെ എണ്ണത്തിലും കൂലിച്ചെലവിലും ഏതാണ്ട് 70 മുതൽ 75% വരെ കുറവ് വരുത്താൻ സാധിക്കുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഞാറുനടിയിൽ യന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ വെക്കേണ്ടത് ഒരു പ്രധാന സംഗതി പായ്ഞ്ഞാറ്റടിയാണ്. ഏകദേശം 1 മീറ്റർ വീതിയുള്ള പോളിത്തീൻ ഷീറ്റ് നിരപ്പാക്കിയ വയലിൽ വിരിച്ച് അതിനു മീതെ 1.5 സെന്റിമീറ്റർ കനത്തിൽ ചെളിയോ പൊടിമണ്ണോ നിരത്തി അതിനു മീതെയാണ് വിത്തിടുന്നത്. ഒരു ചതുരശ്ര മീറ്ററിൽ 60 മുതൽ 700 ഗ്രാം വിത്ത് ക്രമമായി വിതരണം. നല്ല മുളയ്ക്കൽ ശേഷിയുള്ള വിത്ത് മാത്രമേ ഇവിടെ ഉപയോഗിക്കാവൂ. ഞാറ്റടി നന്നായില്ലെങ്കിൽ ഒരുപക്ഷെ യന്ത്രനടിയിൽ പരാജയപ്പെട്ടേക്കാം. പ്രത്യേകം തയ്യാർ ചെയ്ത പായ് ഞാറ്റടിയാണ് ഞാറുനടിയിൽ യന്ത്രങ്ങളിൽ ഉപയോഗിക്കേണ്ടത്. നല്ല കമ്പനികളുടെ യന്ത്രങ്ങൾക്ക് ഭാരം നന്നേ കുറവായിരിക്കും. അതിനാൽ ചേറ്റാഴമുള്ള വയലുകളിൽ പോലും സ്ത്രീകൾക്കും ഇത് പ്രവർത്തിക്കാൻ സാധിക്കും. വരമ്പുകൾ കടക്കുമ്പോൾ യന്ത്രം ഹൈഡ്രോളിക് സംവിധാനത്തിൽ സ്വയം ഉയരുന്നതിനാൽ കൂടുതൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും കഴിയും. യാന്ത്രിക ശക്തി എന്ന ഞാറ്റുനടിയിൽ യന്ത്രമുണ്ട്. കൈകൾ പോലെയാണ് ഇതിന്റെ ഞാറുനടുന്ന ഭാഗം. ഇത് ഒരേ സമയം 8 നിരകളിൽ നടും. നിരകൾ തമ്മിൽ 22.5 സെന്റിമീറ്റർ അകലവും നിരയിൽ ചുവടുകൾ തമ്മിൽ 10 മുതൽ 12 സെന്റിമീറ്റർ അകലവും ഉണ്ടാകും. ഞാറ് നടുന്ന ആഴവും നുരികളിൽ ഉണ്ടാകുന്ന ഞാറുകളുടെ എണ്ണവും ക്രമീകരിക്കാൻ ഇതിൽ സംവിധാനമുണ്ട്. മണിക്കൂറിൽ 20 മുതൽ 40 സെന്റ് സ്ഥലത്ത് നടും. ഇതിന്റെ പ്രവർത്തനം 3.25 കുതിരശക്തിയുള്ള ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചാണ്. കേരളത്തിൽ യാന്ത്രിക ശക്തി യന്ത്രം വിതരണം ചെയ്യുന്നത് റെയ്ഡ്കോ എന്ന സഹകരണ പൊതുമേഖലാ സ്ഥാപനമാണ്. ഈ യന്ത്രം ഉപയോഗിച്ച് നടാനും പ്രത്യേകതരം മാറ്റ് നഴ്സറി ആവശ്യമാണ്. 6 വരി 8 വരി നടീയന്ത്രങ്ങൾ ആധുനിക സജ്ജീകരണങ്ങളോടെ പുറത്ത് ഇറക്കിയിട്ടുണ്ട്. ഇവയുടെ വരി അകലം 30 സെന്റിമീറ്റർ ആണ്. 1 മണിക്കൂറിൽ 1 ഏക്കറോളം സ്ഥലത്ത് ഞാറു നടാൻ ഇവയ്ക്ക് കഴിയും. കളയിളക്കി യന്ത്രം. വരിയായി വിതച്ച യന്ത്രങ്ങൾ കൊണ്ട് ഞാറുനട്ട വയലുകളിൽ കളയിളക്കി യന്ത്രങ്ങൾ കൊണ്ട് കളനിയന്ത്രണം നടത്താം. മനുഷ്യശക്തിയിൽ പ്രവർത്തിക്കുന്ന റോട്ടറി വീഡർ എന്ന ചക്ര കളയിളക്കികളാണ് വെള്ളം കെട്ടി നിർത്തിയ വയലുകളിൽ ഉപയോഗിക്കുന്നത്. കോണോ വീഡർ, ഫിംഗർ ടൈപ്പ് വീഡർ എന്നിങ്ങനെ ഇവ 2 തരമുണ്ട്. മണ്ണിന്റെ ഘടനയനുസരിച്ച് വേണം യന്ത്രം തിരഞ്ഞെടുക്കാൻ. കളയിളക്കികളെ ചെളിയിലുള്ള വയലുകളിൽ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ക്ലേശം കുറയ്ക്കാനായി എഞ്ചിൻ ഘടിപ്പിച്ച ജാപ്പനീസ് മാതൃക കളയിളക്കികളും രംഗത്തുണ്ട്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. കൊയ്ത്തന്ത്രം. അന്തർദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത കൊയ്ത്തന്ത്രം 5 കുതിരശക്തിയുള്ള ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതിന് 1 മീറ്റർ വീതിയിൽ നെല്ല് കൊയ്തെടുക്കാൻ കഴിയും. ഇതിന്റെ പുറകിൽ ഒരാൾ നടന്നു പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ വൈക്കോലും നെല്ലും കിട്ടും. ചാഞ്ഞു വീഴാഞ്ഞ പാടങ്ങളിൽ വിതച്ചതായാലും നട്ടതായാലും ഈ യന്ത്രം ഉപയോഗിക്കാം. 1 മണിക്കൂറിൽ 45 സെന്റ് പാടം കൊയ്യാൻ കഴിവുണ്ട്. ഇത് അധ്വാനം 85%, കൊയ്ത്ത് ചെലവ് 65% കുറയ്ക്കുന്നു. ട്രാക്ടറിൽ ഘടിപ്പിക്കുന്ന കൊയ്ത്തന്ത്രം. ട്രാക്ടറിന്റെ മുൻഭാഗത്ത് ഘടിപ്പിക്കാവുന്ന കൊയ്ത്തന്ത്രമുണ്ട്. ചാഞ്ഞു വീഴാത്ത നട്ടതോ വിതച്ചതോ ആയ നെല്ല് ഒരേ സമയം 2.2 മീറ്റർ വീതിയിൽ കൊയ്തെടുക്കാൻ സാധിക്കും. നെല്ല് കൊയ്യുന്നതിനും കൊയ്ത നെല്ല് ഒരു വശത്തേക്ക് നീക്കി വരിയായി ഇടുന്നതിനും ഇതിന് കഴിയും. കരപ്പാടത്ത് റബ്ബർ ടയറുകൾ ഉപയോഗിച്ച് ചേറ്റുനിലങ്ങളിൽ കേജ് വീലുകൾ ഉപയോഗിച്ചും പ്രവർത്തിക്കുന്ന ഏതുതരം ട്രാക്ടറിലും ഈ കൊയ്ത്തന്ത്രം ഘടിപ്പിക്കാം. 1 മണിക്കൂറിൽ 100 സെന്റ് പാടം കൊയ്തെടുക്കാൻ കഴിയും. ഈ യന്ത്രോപയോഗം 80% അധ്വാനഭാരവും 65% ചെലവും കുറയ്ക്കും. ഒപ്പം പരമാവധി നെല്ലും വൈക്കോലും കിട്ടുകയും ചെയ്യും. KR 120 കൊയ്ത്തന്ത്രം. പൊതുമേഖലാ സ്ഥാപനമായ കേരള അഗ്രോ മിഷനറി കോർപ്പറേഷൻ നിർമ്മിച്ച് പുറത്തിറക്കിയതാണ് KR 120 എന്ന കൊയ്ത്തന്ത്രം. 120 സെന്റിമീറ്റർ വീതിയിൽ കൊയ്തു പോകുന്ന ഈ യന്ത്രം ഉപയോഗിച്ച് 1 മണിക്കൂറിൽ 1/2 ഏക്കർ സ്ഥലത്ത് നെല്ല് വരിയായി മുറിച്ചിട്ട് പോകും. ഒരു വശത്തേക്ക് വരിയായി നിക്ഷേപിച്ചു പോകുന്ന നെൽക്കറ്റകൾ കെട്ടുകളാക്കിയെടുക്കാൻ മനുഷ്യ സഹായം വേണം. ഇങ്ങനെ കൊയ്തെടുക്കുന്ന നെൽക്കറ്റകൾ മെതിക്കാൻ പലതരം മെതിയന്ത്രങ്ങൾ ലഭ്യമാണ്. മെതിയന്ത്രങ്ങൾ. കറ്റകൾ കയ്യിൽ പിടിച്ച് യന്ത്രത്തിന്റെ കറങ്ങുന്ന സിലിണ്ടറിന് നേരെ പിടിച്ച് മെതിച്ചെടുക്കാവുന്ന ചെറിയ ഹോൾഡ് ഓൺ മെതിയന്ത്രങ്ങളാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും ലളിതം. മുഴുവൻ നെൽക്കറ്റകളും യന്ത്രത്തിനുള്ളിലേക്കിട്ട് മെതിച്ചെടുക്കുന്ന ഫ്ലോ ത്രൂ മെതിയന്ത്രങ്ങൾ ഉയർന്ന പ്രവർത്തനശേഷിയും ഉണ്ട്. എന്നാൽ ഇവ പ്രവർത്തിപ്പിക്കാൻ കൂടുതൽ ശക്തി വേണമെന്ന് മാത്രം. ട്രാക്ടറിനു പിന്നിലെ PTO ഷാഫ്റ്റിന്റെ ശക്തി കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ആക്സിൽ ഫ്ലോ മെതിയന്ത്രങ്ങൾ കൂടുതൽ സൗകര്യപ്രദമാണ്. കമ്പൈൻ ഹാർവസ്റ്റർ. കൊയ്ത്തും മെതിയും പാറ്റലും ഒന്നിച്ചു നടത്തുന്ന യന്ത്രമാണിത്. നിരവധി ഇന്ത്യൻ നിർമ്മാതാക്കളും യൂറോപ്യൻ നിർമ്മാതാക്കളായ ക്ലാസ്, ജപ്പാന്റെ കബോട്ട, കൊറിയയുടെ കുക്കേജ് എന്നിവ കമ്പൈൻ
ഹാർവസ്റ്ററുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. കമ്പൈനുകൾ പൊതുവെ 2 തരമുണ്ട്. സാധാരണ ചക്രങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്നവയും യുദ്ധത്തിനുപയോഗിക്കുന്ന ടാങ്കിന്റെ പോലുള്ള ടയറുകൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നവയും. വയലിൽ ചെളിയില്ലാത്ത അവസ്ഥയിൽ കൊയ്യേണ്ടതെങ്കിൽ ചക്രം കമ്പൈനുകൾ ഉപയോഗിക്കാം. ഇവയ്ക്ക് വില കുറവായതിനാൽ വാടകയും കുറവായിരിക്കും. ചെളിയുള്ള വയലുകളിലെ കൊയ്ത്തിന് ട്രാക്കുള്ള കമ്പൈനുകൾ വേണം. ഇവയെല്ലാം മിക്കവാറും കൊയ്തെടുക്കുന്ന നെൽക്കറ്റകൾ അപ്പാടെ യന്ത്രത്തിനുള്ളിലേക്കെടുത്ത് മെതിച്ച് വൈക്കോൽ വയലിൽ പുറത്തേക്കു തള്ളുന്നതാണ് രീതി. ഉപയോഗിക്കുന്ന മെതിക്കൽ സംവിധാനമനുസരിച്ച് വൈക്കോൽ മുറിഞ്ഞ് കഷ്ണങ്ങളായി പോകാനും സാധ്യതയുണ്ട്. വെട്ടിയെടുത്ത നെൽക്കറ്റകൾ ഒരു കൺവെയറിലൂടെ വരിയായി കടന്നു പോകുമ്പോൾ കതിരുള്ള ഭാഗം മാത്രം മെതിയന്ത്രത്തിനുള്ളിൽ കടത്തി മെതിച്ച ശേഷം വൈക്കോൽ വരിയായി കേടുകൂടാതെ വയലിൽ നിക്ഷേപിക്കുന്ന യന്ത്രങ്ങളുമുണ്ട്. സ്ട്രോ ബെയിലർ കൊയ്ത്തുമെതി യന്ത്രങ്ങൾ ഉപയോഗിച്ച് കൊയ്ത പാടങ്ങളിൽ നിന്ന് വൈക്കോൽ ശേഖരിച്ച് കെട്ടുകളാക്കി മാറ്റാൻ 2 തരം യന്ത്രങ്ങൾ ലഭ്യമാണ്. വൃത്താകൃതിയിൽ കെട്ടുകളാക്കുന്നതും ദീർഘചതുരാകൃതിയിൽ കെട്ടുകളാക്കുന്നതും ട്രാക്ടറിന്റെ ഷാഫ്റ്റ് ഉപയോഗിച്ചാണ്. വൃത്താകൃതിയിലാണ് വൈക്കോൽ കെട്ടുകളാക്കുന്ന യന്ത്രം പ്രവർത്തിക്കുന്നത്. ഇത് ചെറിയ പാടങ്ങൾക്ക് അനുയോജ്യമാണ്. ദീർഘചതുരാകൃതിയിൽ കെട്ടുകളാക്കുന്ന യന്ത്രം ട്രാക്ടറിൽ ഓഫ്സെറ്റായി ഘടിപ്പിച്ച് PTO ഉപയോഗിച്ചാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഇത് 0.2 ഹെക്ടർ അധികം വിസ്തൃതിയുള്ള പാടങ്ങൾക്ക് യോജിച്ചതാണ്. ബെയിലറുകളുടെ ജോലി കൂടുതൽ എളുപ്പത്തിലാക്കുന്നത് വിൻഡോവർ എന്ന യന്ത്രം ഉള്ളപ്പോഴാണ്. ബെയിലറുകളുടെ ജോലി കൂടുതൽ എളുപ്പത്തിലാക്കുന്നത് വിൻഡോവർ എന്ന യന്ത്രം ഇപ്പോൾ നിലവിലുണ്ട്. പരന്നു കിടക്കുന്ന വൈക്കോൽ ഒരു വരിയായി കൂട്ടിയിടാൻ വിൻഡോവറുകൾ ഉപയോഗിക്കാം. ബെയിലറുകളും വിൻഡോവറുകളും സംയുക്തമായി ഉപയോഗിക്കുമ്പോൾ പാടത്തുനിന്ന് വൈക്കോൽ പൂർണ്ണമായും ശേഖരിക്കാൻ കഴിയും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാവർക്കും